നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കോടാലിയിൽ കഞ്ചാവ് മിഠായിയുമായി ഒരാൾ കൂടി അറസ്റ്റ്. ഇതോടെ 3 പേരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടിയത്. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ രണ്ടാമത് കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ മാർച്ച് 26 മുതൽ 30 വരെ തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഇഫ്താർ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ 4ാം വാർഡിലെ നന്ദിക്കര സൗഹൃദ റോഡ് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. വാർത്തകൾ വിശദമായി. കോടാലിയിൽ കഞ്ചാവ് മിഠായിയുമായി ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ 3 പേരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടിയത്. വെള്ളിക്കുളങ്ങര കോടാലി ഭാഗത്ത് ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് മറ്റത്തൂർ ചാഴിക്കാട് സ്ഥിരതാമസമാക്കിയ പശ്ചിമ ബംഗാൾ സ്വദേശിയായ 47 വയസ്സുള്ള ഓം പ്രകാശ് വർമ്മ എന്നയാളെ നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 6 പാക്കറ്റ് കഞ്ചാവ് മിഠായിയുമായി പിടികൂടിയത്. കോടാലി പാറക്കടവിൽ നിന്ന് കോടാലി സ്വദേശികളായ പോക്കാക്കിലത്ത് 38 വയസ്സുള്ള സീതി, താനത്തുപറമ്പിൽ 22 വയസ്സുള്ള അർഷാദ് എന്നിവരെയും നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 9 പാക്കറ്റ് കഞ്ചാവ് മിഠായിയുമായി പിടികൂടിയിരുന്നു. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ, സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ അജിത് കുമാർ KC എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ രണ്ടാമത് കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ മാർച്ച് 26 മുതൽ 30 വരെ തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 ദിവസങ്ങളിലായി നടത്തുന്ന ബൈബിൾ കൺവെൻഷന് ഫാദർ അബ്രഹാം കടയക്കുടി, ബ്രദർ സാബു ആറുതൊട്ടിയിൽ എന്നിവർ നേതൃത്വം നൽകും. വൈകുന്നേരം 5:30 മുതൽ 9:30 വരെയാണ് ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനം മാർച്ച് 26 തീയതി ബുധനാഴ്ച വൈകിട്ട് 5:30 ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺ വിൽസൺ ഈരത്തറ നിർവഹിക്കും. ഗാന ശുശ്രൂഷ, വചന പ്രഘോഷണം, രോഗശാന്തി ശുശ്രൂഷ, ആരാധന, വിശുദ്ധ കുർബാനകൾ എന്നിവ ബൈബിൾ കൺവെൻഷന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, കൈക്കാരൻ ദേവസി മാഞ്ഞൂക്കാരൻ, ജനറൽ കൺവീനർ ജോസ് പയ്യപ്പള്ളി, കേന്ദ്ര സമിതി പ്രസിഡന്റ് ബിജു പാണാടൻ, സോണി കൊട്ടക്കൽ എന്നിവർ പങ്കെടുത്തു. കൺവെൻഷൻ അവിടെ സംഘടിപ്പിക്കുന്നത് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ബൈബിൾ കൺവെൻഷനിലേക്ക് ക്ഷണിക്കുകയാണ്. 5:30 വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം വചന ശുശ്രൂഷ, വൈകിട്ട് 9 മണി മുതൽ 9:30 വരെ ആരാധന, സമാപന ദിവസം പ്രത്യേക സൗഖ്യ ആരാധനയും ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരിക്കും. കൃപാഗ്നി കൺവെൻഷന് എല്ലാ നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ഫാദർ ഷിബു നെല്ലിശ്ശേരി അച്ഛനാണ്. ജനറൽ കൺവീനറായിട്ട് ജോസ് പയ്യപ്പള്ളി അച്ഛനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. പിന്നെ അതിന് എല്ലാ പിന്തുണ നൽകിക്കൊണ്ട് 11 കുടുംബ യൂണിറ്റിൻ്റെ എല്ലാ ഭാരവാഹികളും, പ്രത്യേകമായിട്ട് ഇപ്പോൾ ഞങ്ങളോടൊപ്പം കേന്ദ്ര സമിതി പ്രസിഡന്റും. മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സേവ്യർ ആളൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം നിജി വത്സൻ, നിറവ് കോർഡിനേറ്റർ സജ്ന, അംഗൻവാടി ടീച്ചർ ഗംഗാദേവി എന്നിവർ സംസാരിച്ചു. വാർഡ് തലത്തിൽ ശുചിത്വ സന്ദേശ റാലിയും ശുചിത്വ പ്രതിജ്ഞയും ജനകീയ പങ്കാളിത്തത്തോടെ നടത്തി. പഞ്ചായത്തിലെ ആദ്യത്തെ ശുചിത്വ പ്രഖ്യാപനം നടക്കുന്ന വാർഡ് ഈ 9ാം വാർഡാണ് എന്ന സന്തോഷകരമായ വാർത്ത ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അതിന് മുൻകൈയെടുത്ത വാർഡ് മെമ്പർ സേവ്യർ ആളൂക്കാരനെയും നിങ്ങൾ ഓരോരുത്തരെയും പഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മാലിന്യമുക്തം
മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രതിജ്ഞ മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഇഫ്താർ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര SN ട്രസ്റ്റ് ഹാളിൽ വൈകിട്ട് 5:30 നടത്തുന്ന ഇഫ്താർ സംഗമം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കൊടകര ജുമാ മസ്ജിദ് ഇമാം അലി സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. ജനപ്രതിനിധികളും പ്രസ് ക്ലബ്ബ് കുടുംബാംഗങ്ങളും പങ്കെടുക്കും. കൊടകര പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് K. പ്രസാദ്, സെക്രട്ടറി TG അജോ എന്നിവർ പങ്കെടുത്തു. സന്ദേശവുമായിക്കൊണ്ട് ഈ വരുന്ന 27-ാം തീയതി ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുകയാണ്. പ്രസ് ക്ലബ്ബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്നുകൊണ്ടുള്ള ഇഫ്താർ സംഗമമാണ് മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ളത് പോലെ തന്നെ ഈ വർഷവും നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാന്യനായ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അലി സഖാഫി ഇമാം കൊടകര ജുമാ മസ്ജിദ് അവരാണ്. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ബാബാ സാഹിബ് അംബേദ്കർ വിശിഷ്ട സേവാ നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ കലറ്റുംകര സ്വദേശി ഷാജു വാലപ്പനെ മുൻ നിയമസഭാ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ അനുമോദിച്ചു. സാമൂഹിക പ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തകരുമായ ദേശീയ തലത്തിൽ ശ്രദ്ധേയരായവർക്കാണ് അവാർഡ് നൽകി വരുന്നത്. 2024 പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം നൽകിയത്. ഷാജു വാലപ്പന്റെ വസതിയിലെത്തി പൊന്നാടയണിയിച്ച് പുരസ്കാരം നൽകി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മിനി മോഹൻദാസ്, റോക്കി ആളുക്കാരൻ, സേതുമാധവൻ, ജോസ് മാമ്പിള്ളി, റൈസൻ കോലങ്കണ്ണി എന്നിവർ സംസാരിച്ചു. എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം പ്രിയപ്പെട്ട ശ്രീ ഷാജു വാലപ്പനെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളാകുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ആദരിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തവളക്കുഴി മലയൻ നിയുക്തി അങ്കണവാടിയിൽ സ്ഥാപിച്ച 1000 വാട്ട്സ് സോളാർ പവർ പ്ലാന്റ് വാടച്ചാൽ കാഡർ നിയുക്തി 30 ഗീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പ്രൊജക്ട് എന്ന നിലയിൽ വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന്റെ അനുവാദത്തോടെ തൃശൂർ സെൻട്രൽ റോട്ടറി ക്ലബിന്റെ സാമ്പത്തിക സഹകരണത്തോടെയാണ് സോളാർ പദ്ധതി പൂർത്തീകരിച്ചത്. അംഗൻവാടി ടീച്ചർ ഷീബ, റോട്ടറി ക്ലബ് സെക്രട്ടറി ജാക്സൺ ഡേവിസ്, ട്രഷറർ ദിനേശ് കുമാർ, സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിൻസ് ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഞാൻ ജാക്സൺ ഡേവിഡ്, ഇദ്ദേഹം ദിനേശ് കുമാർ. ഞങ്ങൾ റോട്ടറി ക്ലബ് ഓഫ് തൃശൂർ സെൻട്രലിൻ്റെ ഭാരവാഹികളാണ്. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആയിട്ട് നമുക്ക് വർഷങ്ങളിലെ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ഫാദർ ജിനോ അതുപോലെ ധന്യ രണ്ടുപേരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റിനെ പറ്റി അറിയുന്നത്, ആവശ്യം അറിയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലബിൽ നിന്ന് മന്ത്രികളോട് സംസാരിച്ചപ്പോൾ അവർ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യം കാണിച്ചു. ഈ അംഗൻവാടിയിലെ ഇവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഒരു നല്ല പ്രൊജക്റ്റായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 12,14,789 രൂപയും ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപയും ചെലവഴിച്ച് നിർമ്മിച്ച പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ നന്ദിക്കര സൗഹൃദ റോഡ് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, CU സന്തോഷ്, CD ജൂനിഷ് എന്നിവർ സംസാരിച്ചു. കേരള സിറ്റിസൺ ഫോറം തൃശൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ നടത്തി. തൃശൂർ ഇമോസ് ഹാളിൽ നടത്തിയ കൺവെൻഷൻ കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി ഉദ്ഘാടനം ചെയ്തു. KK വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ മാർട്ടിൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രശാന്തൻ പാറമേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ 27 തൃശൂർ ടൗൺ ഹാളിൽ ജില്ലാ സമ്മേളനം നടത്തുവാൻ യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ പിഴവുകൾ നികത്താൻ അധികൃതർ തയ്യാറാവണമെന്നും
മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിൽ സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടം എന്നിവർ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ വിദ്യാധരൻ, വൈസ് പ്രസിഡന്റ് ശ്രുതി സന്തോഷ്, ഷാജൻ ജോസഫ്, ജനറൽ സെക്രട്ടറി KR രാജേന്ദ്രൻ, പ്രശാന്തൻ പാറമേൽ എന്നിവരെ തെരഞ്ഞെടുത്തു. കേരളം ബാക്കി ഉണ്ടാവില്ല എന്ന് പറയാവുന്ന ഒരു ചിന്താ പ്രസ്ഥാനം. ഇത് തെറ്റാണ് ചേട്ടാ എന്ന് പറയാൻ പറ്റാവുന്ന ഒരു പ്രസ്ഥാനം. പിന്നെ നോക്കി നിങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അകത്ത് 4 മന്ത്രിമാർ ഒപ്പിടുക ഒരു ബില്ല്. ആ ബില്ല് പാസ്സാക്കുക. ആ 4 മന്ത്രിമാരുള്ള CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിള്ളേർ, നക്കാപ്പിച്ച പാവം പിള്ളേർ, BAക്കും BSCക്കും പഠിക്കണം, അവറ്റങ്ങളെ തല്ലുകൊള്ളിക്കുക. ഏതിന്? ആ പാസ്സാക്കുന്ന ബില്ലിന് എതിരായിട്ട്. ആ കാപട്യം ഉണ്ടല്ലോ. ഒരു പാർട്ടി ഇരുന്ന് തീരുമാനിച്ച് ആ പാർട്ടിയുടെ മന്ത്രിമാർ ക്യാബിനറ്റിൽ ആ ബില്ലിൽ ഒപ്പിട്ട് പ്രതിപക്ഷം പോലും പിന്തുണച്ചൊരു ബില്ല് പാസ്സാക്കുമ്പോൾ ആ ബില്ല് പാസ്സാക്കാൻ കൂടെ നിന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനക്കാർ പിള്ളേർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഈ പാസ്സാക്കിയ ബില്ലിനെതിരെ. ദീർഘകാലം CPIM കൊടകര ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CITU തൃശൂർ ജില്ലാ സെക്രട്ടറി, ആദ്യത്തെ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച MA കാർത്തികേയന്റെ 15ാമത് അനുസ്മരണം നടത്തി. മണ്ണമ്പേട്ടയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സോജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, കാർത്തികേയന്റെ സഹധർമ്മിണി ശാന്ത, KJ ഡിക്സൺ, PR പ്രസാദൻ, MR രഞ്ജിത്ത്, PK വിനോദ്, ജോഷി മഞ്ഞളി എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുൻപായി ചുങ്കത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മണ്ണമ്പേട്ടയിൽ സമാപിച്ചു. വലിയ തോതിൽ അവഹേളിക്കാൻ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. ഇവിടെ EMSും AKGയും ഒന്നുമല്ല മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ. CH കണാരനോ അഴീക്കോടൻ രാഘവനോ ഒന്നുമല്ല. ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളയ്ക്കുന്ന ചില വലതുപക്ഷ മുകുളങ്ങളാണ് വലിയ നേതാക്കൾ എന്ന മട്ടിലൊക്കെ അവതരിപ്പിക്കുകയാണ്. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ക്ഷയരോഗ ദിനം ആചരിച്ചു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആളൂർ ട്രയാങ്കിൾ ജംഗ്ഷനിലേക്ക് നടത്തിയ റാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിയിൽ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനികൾ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വല്ലക്കുന്ന് സ്നേഹോദയ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിനയൻ ക്ഷയരോഗ ദിനപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അല്ലി പ്ലാക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ് എന്നിവർ നേതൃത്വം നൽകി. എനിക്ക് പ്രതിബദ്ധതയുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ താമസക്കാരായ എല്ലാ ക്ഷയരോഗബാധിതർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാന്യവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിനും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8185 രൂപ, പവന് 65,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കോടാലിയിൽ കഞ്ചാവ് മിഠായിയുമായി ഒരാൾ കൂടി അറസ്റ്റ്. ഇതോടെ 3 പേരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടിയത്. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ രണ്ടാമത് കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ മാർച്ച് 26 മുതൽ 30 വരെ തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഇഫ്താർ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ 4ാം വാർഡിലെ നന്ദിക്കര സൗഹൃദ റോഡ് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.